ടെലിഗ്രാം ആപ്പിന് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന നടപടികളുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരിന് കോടതി അനുമതി നൽകി. മറ്റന്നാൾ നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് രാജ്യത്ത് ടെലിഗ്രാം ആപ്പിന് 5 ദിവസത്തെ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത്. അതേസമയം നാളെ ഈ നീറ്റ് പരീക്ഷയുടെ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാളെ രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ടെലിഗ്രാം താൽക്കാലികമായി നിരോധിച്ച സർക്കാർ നടപടിയിൽ തെറ്റില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. IT ആക്ടിന്റെ സെക്ഷൻ 69A പ്രകാരമുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ നിയന്ത്രണ മാർഗമാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കോടതി വ്യക്തമാക്കി. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുവാനുള്ള അടിയന്തര സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ സർക്കാർ നിർത്തിയ കാരണങ്ങൾ പര്യാപ്തമാണ്. ആലോചനയില്ലാതെ എടുത്ത തീരുമാനമല്ലിത്. വിവരങ്ങളുടെ സുരക്ഷാ പരിധിയിൽ നിന്ന് ടെലിഗ്രാം പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഒഴിവാക്കാൻ IT ആക്ടിൽ ഒരിടത്തും പറയുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിരോധനത്തിനുള്ള കാരണങ്ങൾ പരസ്യപ്പെടുത്തിയില്ലെന്ന തരത്തിൽ ഉയർന്നുവന്ന ഹർജിക്കാരുടെ എതിർപ്പുകളെയെല്ലാം കോടതി പൂർണ്ണമായും തള്ളി. പരീക്ഷ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാരിന് പൂർണ്ണ അവകാശമുണ്ടെന്നാണ് വിധിയിലൂടെ വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച നീറ്റ് പരീക്ഷയുടെ വിശ്വസ്തത തിരിച്ചുപിടിക്കാൻ ഈ താൽക്കാലിക നിരോധനം അനിവാര്യമാണെന്നാണ് കോടതി അടിവരയിടുന്നത്. വരും ദിവസങ്ങളിൽ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ജനം, ഡൽഹി.